മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രശ്നം പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ച 2-അംഗ സമിതി സ്കൂളുകളിൽ പരിശോധന ആരംഭിച്ചു. ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ സൗകര്യങ്ങളും പരിമിതികളും വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ, മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PM അനിൽ എന്നിവരടങ്ങിയ 2-അംഗ സമിതിയാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ സൗകര്യങ്ങളും പരിമിതികളും വിലയിരുത്തിയാണ് സംഘം അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ, നഗരസഭാ അധ്യക്ഷർ, ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പൽമാർ, PTA അധ്യക്ഷർ എന്നിവരെ പങ്കെടുപ്പിച്ച് ഓൺലൈൻ യോഗം ചേർന്നിരുന്നു. സർക്കാർ സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ചാൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാമെന്ന് ജില്ലാ പഞ്ചായത്തും നഗരസഭകളും അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ +1 പുതിയ ബാച്ചുകൾ ആരംഭിച്ചാൽ പരിമിതികളുള്ളതായി ചില സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം സ്കൂളുകൾ നേരിട്ട് സന്ദർശിച്ച് മുൻഗണനാക്രമത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കാനാണ് തീരുമാനം. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം 5-ാം തീയതി സംഘം വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.